ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജാപ്പനീസ് ഫ്ലഫി പാൻ കേക്ക് ആണ്. പേര് കേട്ട് ആരും ഞെട്ടണ്ട, ഇത് സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. പാൻ കേക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം, മസ്റ്റാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായിട്ട് ആദ്യം തന്നെ 2 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ മുട്ട പൊട്ടിച്ചപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയിട്ടോ. എങ്ങനെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്ത് സൂക്ഷിച്ച് ചെയ്യുക, കലങ്ങി പോകരുത് രണ്ടും കൂടി. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ മഞ്ഞക്കറി നമുക്ക് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് 3 ടീസ്പൂൺ മൈദപ്പൊടിയാണ്. ആട്ടയായാലും യൂസ് ആക്കാം. അപ്പോൾ 3 ടീസ്പൂൺ മൈദമാവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും മിക്സായി വരുന്നില്ലെങ്കിൽ കുറച്ച് പാലൂടെ ഒഴിക്കാം. പക്ഷേ ഇതിപ്പോൾ കറക്റ്റ് അളവാണ്, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളം നമുക്ക് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. കമത്തി ഇട്ടാൽ പോലും പോത്തില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമുക്ക് ആ മഞ്ഞയും കൂടെ, മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഉടച്ച് ഇളക്കാതിരിക്കുക. അപ്പോൾ ആ പാൻ കേക്കിൻ്റെ ഫ്ലഫിനെസ് എല്ലാം പോയി കിട്ടും. മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ ഒരു പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് ആട്ടോ. സൂപ്പർ ടേസ്റ്റായി. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി കുറച്ച് തേനൂടെ ഒഴിച്ച് കഴിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ഒക്കെ വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.